പ്ലസൻറ്റ് ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ വാഗമണിലെ മൂന്നാമത്തെ ദിവസത്തിലാണ്. രണ്ടാമത്തെ മോർണിംഗ്, ഫ്രഷ് മോർണിംഗ്. നമ്മൾ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഫ്രഷപ്പായി. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ചുറ്റുമുള്ള വ്യൂ നമ്മുടെ റിസോർട്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള. സോ നോക്കിക്കോ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ കോട മൂടിയിട്ട് ഹെവി തിക്ക് മഞ്ഞായിട്ട് നിൽക്കുവാണ്. വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു ടൈമിൽ ഇറങ്ങി നിൽക്കുന്നത്. അല്ലേ? ഒന്നും കാണാൻ പറ്റുന്നില്ല, കട്ട മഞ്ഞ്. നമുക്ക് ഇപ്പം ഇവിടെ നിന്ന് അടുത്തുള്ള കുരിശുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ട്രക്കിംഗ് ചെയ്തിട്ട് മേളിൽ കയറിയിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ നമ്മൾ അവിടെ പോകാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് ഈവനിങ് ടൈമിൽ. പക്ഷേ ഒരുപാട് ലേറ്റ് ആയിട്ട് പോയത് കാരണം അതിന് വേണ്ടിയിട്ടുള്ള സമയമില്ലായിരുന്നു നമുക്ക്. ബിക്കോസ് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. ഇപ്പം പെർഫെക്റ്റ് ടൈമാണ്. അപ്പം നമ്മൾ ലൈറ്റായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സ്ട്രെയിറ്റ് കുരിശുമലയ്ക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ വേണ്ടിയിട്ട്? ഇല്ല, ഇനി നേരെ കിച്ചണിൽ പോവാ, ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, നേരെ വിടാം. അപ്പോൾ ഗൈസ്, ബാക്കി കാഴ്ചകൾ ഓൺ ദ വേയില്. കുരിശുമലയിലേക്ക് പോകുന്ന റൂട്ടാണിത്. അടിപൊളി, നല്ല തണുത്ത കാറ്റ്. കുരിശുമല 1.6 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ കുരിശുമലയിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കാറൊക്കെ നൈസായിട്ട് പാർക്ക് ചെയ്തു. സോ നമ്മളിവിടുന്ന് ട്രക്ക് ചെയ്ത് തുടങ്ങാൻ പോകണം. ഞായറാഴ്ചയൊക്കെ അല്ലേ, പ്രാർത്ഥിച്ചിട്ടൊക്കെ കയറാം. 1-ാം സ്ഥലം ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. 2-ാം സ്ഥലം ഈശോ മിശിഹയെ കുരിശ് ചുമക്കുന്നു. എൻ്റെ നേർച്ച എന്താണെന്ന് വെച്ചാൽ ഈ കുരിശിനെ ചുമന്നുകൊണ്ട് പോകാന്നുള്ളതാ. കുരിശ് ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുരിശ് ചുമക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. ഇങ്ങോട്ട് ഷോർട്ട് കട്ടൊക്കെ ഉണ്ടല്ലോ. ആരും 1-ാം സ്ഥലം സ്കിപ്പ് ചെയ്ത് 2-ാം സ്ഥലത്തേക്ക് കയറുന്നുണ്ട്. ഇതന്നെയാണോ റൂട്ട്? പിന്നെ നേരെ മേളിലേക്കല്ലേ. ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് 4-ാം സ്ഥലത്തേക്ക്. ഇവിടുന്ന് മുങ്ങി അവിടെ പോയി പൊന്താണ്. 3-ാം സ്ഥലം ഈശോ മിശിഹ 1-ാം പ്രാവശ്യം വീഴുന്നു. ഞാനും വീണു പോകുമെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. വാ, മടുത്തല്ലേ 3-ാം സ്ഥലം എത്തിയപ്പോഴേ? കുറച്ച് മടുത്തു. ഇനി ഇതുപോലെ 11 സ്ഥലമില്ലേ? കറക്റ്റ് അല്ലേ? നോക്കട്ടെ, അല്ലെ അവന് അവസാനം മേളിച്ച് തിരുത്താം. എല്ലാ കുരിശുമലയിലും 14 സ്ഥലമാടാ. കറക്റ്റ് ആണോ? കേരളത്തിലെ ജില്ലകളുടെ എണ്ണം അല്ലേ? കേരളത്തിലെ എന്നാക്കേടാ നീ പറയുന്നത്? കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 14 അല്ലേ? നീ ഇങ്ങനെ പറയാവോ? മറന്നുപോയി. നിനക്കല്ലേ വേദോപദേശത്തിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞേ? അത് പണ്ടല്ലേ? അല്ല, ആ പണ്ടത്തെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടാ വന്നേ, പക്ഷെ അതൊക്കെ മറന്നുപോയി. എന്നാ ചെയ്യാനാ? അയ്യോ, കുറച്ച് രമ്മി കളിക്ക് കൊടുക്കും. നീ ഉണ്ടല്ലോ കൂടെ, അത് മതി. നല്ല സ്ഥലമായോ? ഈശോ വഴിയിൽ വെച്ച് തന്നെ മാതാവിനെ കാണുന്നു. 6-ാം സ്ഥലം 7-ാം സ്ഥലം ഈശോ മിശിഹ 2-ാം പ്രാവശ്യം വീഴുന്നു. ഞാൻ ഓടിക്കയറി അവിടുന്ന് താഴേന്ന്. ഇതേ ഈ കയറ്റം ഫുള്ള് ഓടിക്കയറി. അതുകൊണ്ട് കിടന്ന് അണയ്ക്കുന്നത് കേട്ടോ. 7-ാം സ്ഥലത്ത് നിന്ന് 8-ാം സ്ഥലത്തേക്ക് കുറച്ച് പാരലായിട്ടാണ് പോകുന്നത്. 8-ാം സ്ഥലം ഈശോ മിശിഹ ഓസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. എന്തുകൊണ്ട്? സ്ത്രീകൾ ആ സമയത്ത് അലമുറയിട്ട് കരയുകയായിരുന്നു. ബിക്കോസ് ഈശോ ആയിരുന്നു അവരുടെ ഏക അത്താണി. അവരുടെ പുരുഷന്മാർ വൈകിട്ടാകുമ്പോഴത്തേക്കും കുടിച്ചു വന്നിട്ട് അവരെ അടിക്കുമായിരുന്നു. അപ്പോൾ ഈശോ പറയും, സഹനമാണ് മോളെ അഖിലസാര മൊഴിയിൽ. ബേസിക്കലി ഞാൻ പണ്ടത്തെ പുലിയാണല്ലോ ഈ ബൈബിൾ ക്വിസിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിലെ ചില ഏടുകൾ ഞാൻ അങ്ങ് എടുത്ത് നിരത്തുന്നേ ഉള്ളൂ. 9-ാം സ്ഥലം. സോ നമ്മൾ ഇതൊരു പ്യുവർ തീർത്ഥാടനമായിട്ട് മാത്രം വന്നതല്ല, ഇങ്ങനെ ഒരു റിലീജിയസ് എക്സ്പീരിയൻസുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ലൊരു കാഴ്ചകൾ കണ്ട പോലെ ഇരിക്കും. ബിക്കോസ് ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചുറ്റും കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് മാസ്മറൈസിങ് ആണ് ഗൈസ്. മാസ്മറൈസിങ്, ഒരു രക്ഷയില്ലാത്ത പൊളി സ്ഥലമാണ്. എന്ന് വെച്ചാൽ അടിച്ചു പൊളിക്കാൻ വേണ്ട സ്ഥലമല്ല, അതിന് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട്. അതുപോലെ തന്നെ
യാത്ര എന്ന് പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഓക്കെ, ഞാൻ കൂടുതൽ വെച്ച് നിർക്കിപ്പിക്കുന്നില്ല. ഞാൻ ഈ മൈക്ക് ഗ്ലാഡിയ ജോയിൻ്റെ അടുത്തേക്ക് പാസ് ചെയ്യുകയാണ്. ഗ്ലാഡിയ, വാട്ട് യു ഫീൽ? നൈസ്, അടിപൊളി വ്യൂ. ചുറ്റും ഒരുപാട് കുറച്ചുകൂടെ ക്ലൗഡി ആയിട്ടിരിക്കുന്നുണ്ട്. മേ ബി നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാ മൗണ്ടൻസും ആ സൈഡൊക്കെ നൈസ് അല്ലേ കാണാൻ പറ്റും. കുഞ്ഞു വന്ന് നോക്കിക്കേ, അടിപൊളി വ്യൂ ഇവിടുന്ന്. ഈശോയെ, ഞങ്ങളിപ്പോൾ വരാവേ. നമ്മളിപ്പോൾ ഉള്ളത് 10ാം സ്ഥലത്താണ്. 10ാം സ്ഥലത്ത് നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഗൈസ് ഈ കാണുന്നത് മുഴുവനും. ഇതിൽ ക്യാമറയിൽ നമുക്ക് പരമാവധി അത്ര കാണിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയുള്ളതെന്ന്. സോ അവിടെ നല്ലൊരു വലിയ മലയുണ്ട്. സോ അത് ബേസിക്കലി ക്യാമറയിൽ കാണാൻ പറ്റില്ല, ബിക്കോസ് അത് പാർട്ട്ലി ക്ലൗഡിയാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വേറൊരു കുന്നുണ്ട്, അതിൻ്റെ മേളിൽ ഫുള്ള് തേയിലത്തോട്ടം. പിന്നെ ഈ സൈഡിലെ ഇവിടെ ഫുള്ള് പച്ചപ്പുല്ല് വിരിച്ച മെഡോസാണ് കാണുന്നത് മുഴുവനും. അതിന് നടുക്കൂടെ ഒരു റോഡ്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഗ്ലാഡി, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാണെന്ന് തോന്നത്തില്ല. സീരിയസ്ലി അവിടെ ഉണ്ടല്ലോ അവിടെ രണ്ടില് അത് കാറ്റൽസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലാണല്ലോ ഇറ്റ്സ് എ ഫാം. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ഇത് കൂട്ടുണ്ട്, ചെറിയ പോണ്ട് പോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓ, അത് തിട്ടയായിട്ടുണ്ടല്ലോ ഗൈസ്. എന്നാ പറയാ, എനിക്കൊന്നും പറയാൻ വേണ്ടില്ല ഗൈസ്. ഇറ്റ്സ് ഓസം. നമുക്ക് ഈ വഴി എടുക്കാൻ പറ്റുമോ? എൻ്റെ അമ്മേ, എന്നാ രസമോ കാണാൻ. നമ്മുടെ നാട് തന്നെ ഒരുപാടുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് നെസസറി ടു ഗോ ടു അതർ കൺട്രീസ്. ആൻഡ് ഇത്രയൊക്കെ ഭംഗിയുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ എന്നാണ്. ബട്ട് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് കൊറോണയോട്. ഐ മീൻ ഒഫെൻസീവായിട്ടല്ല പറയുന്നത്. ബട്ട് നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ കുറേ ഫ്രീ ടൈം ഉണ്ടായി, വീട്ടുകാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ടൈം ഉണ്ടായി. നമ്മുടെ സ്വന്തം നാടിൻ്റെ ഒരു വില മനസ്സിലാക്കിയ ഒരു ടൈം. ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ കൊറോണ ഇറ്റ്സ് മോൺസ്റ്ററാണ്. ബട്ട് വേറൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ കുറേ നല്ല വശങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് വീട്ടിൽ വന്നിരിക്കാൻ വേണ്ടി സമയമുണ്ടായി. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്കേഷനൊക്കെ ജസ്റ്റ് 2 ദിവസം വന്ന് ഓടിയിട്ട് വീട്ടിൽ വന്ന് അതിനിടയ്ക്ക് റിലേറ്റീവ്സിനെ കാണുക, അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈമില്ല. ബട്ട് ഇപ്പം നമ്മളൊരു 4-5 മാസമായിട്ട് അവരുടെ കൂടെ മാത്രമാണ്. അത് കാരണം ഒരു വിലയില്ല കേട്ടോ വീട്ടിലൊന്നും. ഇടയ്ക്കൊക്കെ ഒന്ന് പോകുമ്പോഴത്തേക്കും വല്ല വിലയുണ്ടായിരുന്നു. 11ാം സ്ഥലം. കുഞ്ഞുവേ, എന്നാ ഉണ്ട്? സുഖം. അറിയാം. ആ എന്നടി വ്യൂവേഴ്സ് പുറകെ കണ്ടോണ്ടിരിക്കുന്നേ. പിന്നെയും കുഴപ്പമില്ല. ഇത് കുഞ്ഞു വിളിച്ച് എന്നെ നാട്ടിക്കോ നീ? അങ്ങനെ നാട്ടൊക്കെ സാധനം അത്. നീ അതിൽ കൂടെ വാ, ഞാൻ ഇതിൽ കൂടെ പോകാം. നമുക്ക് അവിടെ വെച്ച് കൂട്ടിമുട്ടാം. കൂട്ടിമുട്ടണോടി? കണ്ടുമുട്ടിയാ പോരെ? ഇല്ല, കൂട്ടിമുട്ടാം. എന്നാ വാ. വാഗമൺ കുരിശുമല ശതാബ്ദി കിണർ. ഓ, ഇതിൽ നിറയെ വെള്ളമുണ്ട് കേട്ടോ, നിറയെ വെള്ളമുണ്ട്. ഈ മലമുകളിൽ എപ്പോഴും ഉറവയുള്ള കിണറുകളും ഉണ്ടാവും. ഈ മലയാറ്റൂരുണ്ട്, അവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവുന്ന ഒരു കിണറുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ചുറ്റും ഫുള്ള് മഞ്ഞായിട്ടുണ്ട്. മേ ബി നമ്മൾ ഇത്രയും പീക്കിലേക്ക് എത്തിയ കാരണമായിരിക്കും മഞ്ഞുണ്ടാവുന്നത്. കുറച്ച് ക്ലിയറായി തുടങ്ങി. ബട്ട് നമ്മൾ കയറി വരുമ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു. ഇന്നത്തെ സ്പെഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. അവിടെ ഒരു കാറ്റൽ ഫാം ഉണ്ട്. അവിടെ ഫുൾ പച്ച പിടിച്ച എന്താ പറയുക മുട്ടക്കുന്നുകൾ. എന്നാ ഹെവി വ്യൂ അല്ലേ. വാഗമൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷനിലിരുന്ന് ഫീൽ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അല്ലേ ഗ്ലാഡി? വാഗമൺ എന്നുവെച്ചാൽ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴത്തേക്ക് വാഗമണിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള മൊട്ടക്കുന്നുകളും അതുപോലെ തന്നെ പച്ച വിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും കാറ്റിൽ ഫാംസും എല്ലാം, പിന്നെ ചെറിയ എന്താ പറയുക, നമുക്ക് ദൂരെ നോക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ചെറിയ കുറ്റിക്കാടുകൾ പോലെ തോന്നും. ബട്ട് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്കായിട്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വന്ന് പോകുന്ന മഞ്ഞുകളും കിളികളുടെ ഒച്ചയും. വാവ്, ഇറ്റ്സ് ഫെൻറ്റാസ്റ്റിക്. സോ ഗൈസ്, നമ്മൾ കുരിശുമലയുടെ ടോപ്പിലെത്തി. 14ാം സ്ഥലവും കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വന്ന്
നമ്മൾ ഇവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് വ്യൂ. എനിക്ക് തോന്നുന്നത് ഈ ഒരു പർട്ടിക്കുലർ സീസണിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ബെസ്റ്റ് ഫീൽ കിട്ടുകയുള്ളൂ എന്നാണ്. ബിക്കോസ് വേറെ ഏതൊരു സീസണിൽ വന്നു കഴിഞ്ഞാലും മേ ബി ഡ്രൈ ആയിരിക്കും, കുറച്ചും കൂടെ സണ്ണി ആയിരിക്കും, ഇത്രയും മഞ്ഞുണ്ടാവില്ല. സോ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. സോ ഈ ഒരു ടൈം, ഈ ഒരു സീസൺ ബെസ്റ്റാണ് ആക്ച്വലി വാഗമണിൻ്റെ. നമ്മൾ ഓൾമോസ്റ്റ് കാഴ്ചകളെല്ലാം കണ്ടു. ഗോപ്രോൻ്റെ ബാറ്ററി കാലിയാണ്. നമ്മളപ്പോൾ താഴെ ഇറങ്ങി ചെന്നിട്ട് ഗോപ്രോ ചാർജ് ചെയ്യുന്നവരെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം വീഡിയോ ഒക്കെ മാറ്റി വെച്ച് നമ്മൾ കുറച്ച് പ്ലേസൊക്കെ എൻജോയ് ചെയ്യട്ടെ, കുറച്ച് പ്രാർത്ഥിക്കട്ടെ, എല്ലാം ഉണ്ട്. അപ്പം ഗൈസ്, നമുക്ക് താഴെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.